Hi students, welcome to EduPlus. So today we are going to discuss ഒരു പുതിയ ചാപ്റ്റർ, ദാറ്റ് ഈസ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്ററാണ്. ലൈക്ക് പ്ലാന്റിലെ റൂട്ട് സിസ്റ്റം ഒക്കെ എന്താണെന്ന് അറിയില്ലേ? നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതല്ലേ റൂട്ട് സിസ്റ്റംസ് ഒക്കെ, റൂട്ട്, പ്ലാന്റിൻ്റെ ഷൂട്ട്, അങ്ങനെ പഠിക്കുന്നതല്ലേ. അപ്പം റൂട്ട് സിസ്റ്റത്തിനെ പറ്റി നമുക്ക് ഒന്ന് നോക്കി നോക്കാം. എന്താണ് ഈ റൂട്ട് എന്നൊക്കെ ഉള്ള, എന്തൊക്കെ റൂട്ട്സിലാണല്ലോ ഫുഡ് സ്റ്റോറേജ് ഒക്കെ നടക്കുന്നത്. ലൈക്ക് പ്ലാന്റിലൊരു മേജറായിട്ടുള്ള ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ അത് റൂട്ടാണ്. അപ്പോൾ റൂട്ടിൽ എങ്ങനെയാണ് അവർ ആ ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അങ്ങനത്തെ മെക്കാനിസംസ് ഒക്കെ എങ്ങനെയാണ്, റൂട്ടിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ നോക്കാം. ഞാനൊരു കാര്യം പറയുവാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു സീഡിനെ ജെർമിനേറ്റ് ചെയ്യുക. അങ്ങനെ ജെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് പ്യൂമ്യൂളാണോ റാഡിക്കിളാണോ ഫസ്റ്റ് വരിക? വാട്ട് ഡു യു തിങ്ക്? എന്തായിരിക്കും വരിക? പ്യൂമ്യൂളാണോ റാഡിക്കിളാണോ വരിക? എന്താ ഈ പ്യൂമ്യൂൾ ആൻഡ് റാഡിക്കിൾ അതറിയോ? പ്യൂമ്യൂൾ ആൻഡ് റാഡിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മളുടെ ഒരു സീഡ്, ആ സീഡിൽ നിന്ന് ഫസ്റ്റ് വരുന്ന റൂട്ട് സ്ട്രക്ചറിനെ നമ്മൾ റാഡിക്കിൾ എന്നും ആൻഡ് ദ ഷൂട്ട് സിസ്റ്റത്തിനെ നമ്മൾ എന്ത് പറയും? പ്യൂമ്യൂൾ എന്നും അല്ലേ പറയാറ്. അപ്പം ഈ ഒരു സ്ട്രക്ചറായിട്ടുള്ള ഈ റൂട്ട് സിസ്റ്റത്തിലുള്ള ലൈക്ക് റാഡിക്കിൾ എന്ന് പറയുന്ന ആൾ ആണ് ഫസ്റ്റായിട്ടൊരു സീഡിന് ജെർമിനേറ്റ് ചെയ്യുന്നത്. സോ നമ്മളുടെ ഒരു പ്രൈമറി ഫോം ഓർ ഫസ്റ്റ് ഓർഗൻ ഓഫ് ലൈക്ക് സീഡിനകത്ത് ഉണ്ടാകുന്ന ഒരു ഫസ്റ്റ് ഓർഗൻ എന്ന് നമുക്ക് ആരെ പറയാൻ പറ്റും? റാഡിക്കിളിനെ പറയാൻ പറ്റും. അങ്ങനെ പറയുന്നതിൽ തെറ്റില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണെന്ന്? വെൻ എ സീഡ് ജെർമിനേറ്റ്സ്, റാഡിക്കിൾ ഇസ് ദ ഫസ്റ്റ് ഓർഗൻ ടു കം ഔട്ട്. അപ്പം അതാണ് ഫസ്റ്റ്ലി വരുന്ന സാധനം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ബ്രാഞ്ചസ് ഉണ്ടാകുന്നത്? റൂട്ടിൽ നിന്ന് പിന്നെയും ബ്രാഞ്ചസ് ഉണ്ടാവില്ലേ? പ്രൈമറി റൂട്ട് ഉണ്ടാവും, സെക്കൻഡറി റൂട്ട് ഉണ്ടാവും, ടേർഷ്യറി റൂട്ട് ഉണ്ടാവും. അതൊക്കെ എങ്ങനെയാണ് ഫോർമേഷൻ നടക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെ അതെങ്ങനെയാണ് മിനറൽസിനെയും ന്യൂട്രിയൻസിനെയും വലിച്ചെടുക്കുന്നത്, അതിലൂടെ എന്തെല്ലാം സിസ്റ്റംസ് ആണ് ഉള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ കാണുന്നത്. ഓക്കെ, അപ്പം റൂട്ടിനെ പറ്റി നോക്കുകയാണെങ്കിൽ, റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? റാഡിക്കിൾ ഇലോങ്ങേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് റൂട്ട് കിട്ടുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റാഡിക്കിൾ ഇലോങ്ങേറ്റ് ചെയ്തിട്ടാണ് പ്രൈമറി റൂട്ട് ഓർ ടാപ്പ് റൂട്ട് എന്ന് വിളിക്കുക. നമ്മൾ ടാപ്പ് റൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ, ടാപ്പ് റൂട്ട് എന്ന് പറഞ്ഞാൽ അതൊരു പ്രൈമറി റൂട്ട് സിസ്റ്റം ആണെന്ന് ആലോചിക്കണം. ഓക്കെ, ടാപ്പ് റൂട്ട് ഇസ് ഓൾസോ കോൾഡ് ആസ് എ പ്രൈമറി റൂട്ട് സിസ്റ്റം. സോ റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് റൂട്ടിന് പച്ച കളർ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും റൂട്ട് പച്ച കളർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പച്ച കളറിൽ കാണില്ലേ റൂട്ട്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൽ ക്ലോറോഫിൽ ഇല്ല. ക്ലോറോഫിൽ ഉള്ള ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഷൂട്ട് സിസ്റ്റമാണ് എപ്പോഴും ക്ലോറോഫിലൊക്കെ ഉള്ള ഒരാൾ. അപ്പോൾ ക്ലോറോഫിലുള്ള ആളാണ് ഫോട്ടോസിന്തസൈസ് ചെയ്യുക. ഫോട്ടോസിന്തസൈസ് ചെയ്തിട്ട് സ്റ്റെമ്മ് നമുക്ക് എന്ത് ചെയ്യും? എനർജി തന്ന് ആ എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റൂട്ടിൽ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത്, ഈ ഏതൊക്കെയാണ് റൂട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്ന പ്ലാന്റ്സ്? ഒരു എക്സാമ്പിൾ പറഞ്ഞേ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച്. ഏതൊക്കെ എക്സാമ്പിൾ? ക്യാരറ്റ്, ടാപ്പിയോക്ക, ഇവരൊക്കെ എന്താണ് റൂട്ടിൽ ഉണ്ടാകുന്നതല്ലേ. അപ്പം ഈ റൂട്ടിൽ എങ്ങനെയാണ് ഇവർ ഫോം ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾക്ക് നോക്കാം. അപ്പം റൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ജിയോട്രോപ്പിക് ആണെന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? റൂട്ട് ഈസ് പോസിറ്റീവ്ലി ജിയോട്രോപ്പിക്, ശരിയാണോ? എന്താണ് ജിയോട്രോപ്പിസം? ജിയോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റിനോട് ഈ ഒരു റൂട്ടിന് ഭയങ്കര ബന്ധമാണ്. ലൈക്ക് എപ്പോഴും ഈ റൂട്ടും എന്താണ് ഗ്രാവിറ്റിയും തമ്മിൽ ഒടുക്കത്തെ പ്രേമത്തിലാന്ന് പറയാം. ബിക്കോസ് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും റൂട്ട് ഗ്രാവിറ്റീൻ്റെ അടുത്തേക്കേ പോകത്തുള്ളൂ. ഒരിക്കലും റൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പുറത്തേക്ക് ഇങ്ങനെ സ്റ്റെമ്മ് മീൻസ് ലൈറ്റ് വരുന്നിടത്ത് റൂട്ട് വളരുന്ന കണ്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ ജിയോട്രോപ്പിസം എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് ഓർ ഗ്രാവിറ്റീനോടാണ് ആർക്ക് അട്രാക്ഷൻ കൂടുതൽ? റൂട്ട് എന്ന് പറയുന്നത് ഗ്രാവിറ്റീനോടേ പോവുള്ളൂ. അപ്പം നമുക്ക് റൂട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ജിയോട്രോപ്പിസം കാണിക്കുന്ന ആളാന്ന് പറഞ്ഞാൽ ശരിയല്ലേ? ആൻഡ് റൂട്ട് സ്റ്റെം എന്ന് പറയുന്നത് നെഗറ്റീവ് ജിയോട്രോപ്പിസമാണ്. റൂട്ട് എന്ന് പറയുന്നത് ഷൂട്ട് എന്ന് പറയുന്ന ആൾ കേട്ടോ, ഷൂട്ട് എന്ന് പറയുന്ന ആൾ നെഗറ്റീവ് ജിയോട്രോപ്പിസമാണ്, ശരിയല്ലേ? നെഗറ്റീവായിട്ട് ജിയോട്രോപ്പിസം കാണിക്കുന്ന ആൾക്കാരാണ്, ശരിയാണേ? അപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് വെക്കണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 2 ടൈപ്പ് ഓഫ് റൂട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് റൂട്ട്? ഡൈക്കോട്ടിലുള്ളതും ഉണ്ട്, മോണോക്കോട്ടിലുള്ളതും ഉണ്ട്. ടാപ്പ് റൂട്ട് എന്ന് പറയുന്ന ഈ ഒരാളെയാണ് നമ്മൾ ആരിൽ കാണുന്നത്? ഡൈക്കോട്ടിൽ കാണുന്നത്. ഡൈക്കോട്ടിൽ ഇതിലെന്ന് പറയുന്നത് ഇങ്ങനെ ഫൈബറസ് ആയിട്ട് ഒരാളും ഉണ്ടാവും, അതൊന്ന് കുറേ ഇങ്ങനെ ബ്രാഞ്ചസ് വരുന്നതിനെ നമ്മൾ ആര് പറയും? മോണോക്കോട്ട്. അത് പറഞ്ഞാൽ ഫൈബറസ് എന്നാണ് ഇവരെ വിളിക്കുന്നത് കേട്ടോ. ഫൈബറസ് ന്യൂട്രിസ്റ്റം ഇസ് ഇൻ മോണോക്കോട്ട്. ഈ മോണോക്കോട്ടും ഡൈക്കോട്ടും എന്താണെന്ന് അറിയാലോ? മോണോക്കോട്ട് എന്ന് പറഞ്ഞാൽ ഒരു കോട്ടിലിടനായിരിക്കും ഉണ്ടാവുക. ഒറ്റൊരു കോട്ടിലിടനുള്ള ആളെയാണ് നമ്മൾ എന്ത് ചെയ്യുക? സീഡ് ജെർമിനേറ്റ് ചെയ്യുമ്പോൾ ഒരു കോട്ടിലിടനുള്ളത് മോണോക്കോട്ട്. ഡൈക്കോട്ട് എന്ന് പറഞ്ഞാൽ 2 കോട്ടിലിഡൻസ് ഉള്ള ആൾക്കാരാണെന്ന് ആലോചിച്ച് വെക്കണേ. ഓക്കെ, ഇനി നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ, ടാപ്പ് റൂട്ടിനെയാണ് നമ്മൾ പ്രൈമറി റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ടാപ്പ് റൂട്ടാണ് എന്തായിട്ട് മാറുന്നത്? അഡ്വെൻറ്റീഷ്യസ് റൂട്ടായിട്ട് മാറുന്നത്. ഓക്കെ, അത് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കണം. ടാപ്പ് റൂട്ട് ഈസ് ഓൾസോ
ഡെവലപ്പ് ഇൻ ടു അഡ്വൻറ്റീഷ്യസ് റൂട്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൂട്ടിൻ്റെ സ്ട്രക്ചർ പോവാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഈ റൂട്ടിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ റൂട്ട്. ഈ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ എ ആണ് റൂട്ട് എന്ന് പറഞ്ഞാൽ. ഈ റൂട്ടിന് കുറച്ചധികം ഭാഗങ്ങളുണ്ട്. റൂട്ട് തുടങ്ങുന്നത് ഈ ഭാഗത്തു നിന്നാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഇതാണ് നമ്മളെ ടാപ്പ് റൂട്ട്. ഫസ്റ്റ് പ്രൈമറി ആയിട്ടുള്ള റൂട്ട് സിസ്റ്റമാണ് ഇത്. ഓക്കെ, ഇതിൽ 3-4 റീജൻസ് ഉണ്ട്. ഈ റൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ഈ റൂട്ടിൻ്റെ എപ്പോഴും വളരുന്ന ഭാഗം ഈ ഒരു ടിപ്പായിരിക്കും. റൂട്ട് ടിപ്പ് എന്നാണ് ഇതിനെ പറയാം. ഈ റൂട്ട് ടിപ്പ് എന്ന് പറയുന്ന ഈ ഭാഗമാണ് എപ്പോഴും വളരുക. അപ്പം ഇതിനൊരു ക്യാപ്പ് ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മൾ ഈ റോട്ടിൽ പോകുമ്പം ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഇടുന്ന പോലെ നമുക്ക് എപ്പോഴും വളരുന്ന ഭാഗത്തിനെയാണ് നമ്മളെപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുക. നമ്മളെ ഭാഗത്ത് തലേനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും. കാരണം തല പോയാലെല്ലാം പോയി. ലൈക്ക് ബ്രെയിനൊക്കെ പോയി കഴിഞ്ഞാൽ, അടിച്ചു പോയി കഴിഞ്ഞാൽ എല്ലാം പോയതാണ്. അതുപോലെ തന്നെ റൂട്ടിനകത്ത് ഏറ്റവും നന്നായിട്ട് വളരുന്നതും മൂവ് ചെയ്യുന്ന ഒരു മേജർ പാർട്ടാണ് ആര്, നമ്മളുടെ റൂട്ട് സിസ്റ്റത്തിനകത്ത് റൂട്ടിൻ്റെ ടിപ്പാണ് ഏറ്റവും കൂടുതൽ വളരുന്നത്. അവിടെ കുറേ മെരിസ്റ്റമാറ്റിക് സെൽസ് ഉണ്ട്. അപ്പോൾ ഈ റൂട്ട് ടിപ്പിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു റൂട്ട് ക്യാപ്പ് ഇട്ട് കൊടുക്കും. ഒരു ഹെൽമെറ്റ് പോലത്തെ ഒരു സാധനം ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ കുറച്ച് മുന്നിലായിട്ടാണ് ഗ്രോയിങ് ടിപ്പ് ഉള്ളത്. കണ്ടോ, ഈ ഭാഗത്താണ് ഗ്രോത്ത് നടക്കുക. ഇതിൻ്റെ പൊക്കത്തൊരു ക്യാപ്പ് ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ കുറച്ച് മുകളിലായിരിക്കും നമുക്ക് റൂട്ട് ഹെയർസ് കാണുക. ഇതാണ് മൂന്നാമത്തെ. അപ്പോൾ ആദ്യം ഒരു റൂട്ട് ക്യാപ്പ് ഉണ്ടെന്ന് ആലോചിക്കണം. പിന്നെ ഗ്രോയിങ് റീജിയൻ ഉണ്ട്. പിന്നെ റൂട്ട് ഹെയർ റീജിയൻ ഉണ്ട്. പിന്നെ ഈ ഭാഗത്താണ് നമുക്ക് എന്ത് കിട്ടുക, വളർന്നിട്ടുള്ള പെർമനൻ്റ് ആവുന്ന റീജിയൻസ്. ഈ റൂട്ടൊക്കെ വളർന്ന് പെർമനൻ്റ് ആവുന്ന റീജിയൻ ഇവിടെ. അങ്ങനെ 4 റീജിയൻസ് ആണ്. ഇത് 4th റീജിയൻ, ഇത് 3rd റീജിയൻ, ഇത് 2nd റീജിയൻ, ഇത് 1st റീജിയൻ. ഇങ്ങനെ 4 റീജിയൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിക്ചർ കാണിച്ചാൽ എന്താണെന്നറിയോ, LS എന്ന് പറയുക. LS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്ററൽ സെക്ഷൻ എടുത്തു. നമ്മൾ ഒരു റൂട്ട്, നമുക്കിങ്ങനെ ഒരു റൂട്ട് ഉണ്ടെങ്കിൽ ആ റൂട്ടിനെ നമ്മളിങ്ങനെ അങ്ങോട്ട് മുറിച്ചു, ലാറ്ററലി ഇങ്ങനെ നേരെ അങ്ങോട്ട് മുറിച്ചു. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് കണ്ടോ, റൂട്ട് ക്യാപ്പ്. ഇത്രയാണ് റൂട്ട് ക്യാപ്പ് വരുന്നത്. റൂട്ട് ക്യാപ്പ് കഴിഞ്ഞിട്ട് ഇവിടെയാണ് കുറേ മെരിസ്റ്റമാറ്റിക് സെൽസ് ഉള്ളത്. കണ്ടോ, കുറേ കുമിഞ്ഞുകൂടി സെല്ലുകളുള്ള ഈ സെല്ലാണ് എപ്പോഴും കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്യുന്ന സെല്ല്. കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്യുന്ന ഡിവിഷൻ കേപ്പബിലിറ്റിയുള്ള ഗ്രോയിങ് റീജിയനാണ് ഈ ഒരു ഭാഗം. അത് തന്നെ 3-4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കണേ. ഈ ഔട്ടർ മോസ്റ്റ് ലെയറിലെ ഈ ഒരു ഭാഗം, ഇതിന് ഡെർമറ്റോജൻ എന്നാണ് പേരറിയപ്പെടുന്നത്. പിന്നെ ഇത് തൊട്ട് ഇതുവരെയുള്ളതിനെ പെരിബ്ലം എന്ന് വിളിക്കും. പിന്നെ ഇത് തൊട്ട് ഇതുവരെ ഈ ഒരു സെൻറ്ററിനെ നമ്മൾ പ്ലീറോം എന്ന് വിളിക്കും. പിന്നെ ഇതേപോലെ ഇതിൻ്റെ ഈ സൈഡിനെ എന്ത് വിളിച്ചു, ഡെർമറ്റോജൻ എന്ന് വിളിച്ചു. പെരിബ്ലം എന്ന് പറയുന്ന ഈ ഭാഗമുണ്ട്. ഇങ്ങനൊരു റീജിയനും കൂടി ഉണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് വെക്കണം. ഓക്കെ, ഇത്രയും പോർഷൻസാണ് ടാപ്പ് റൂട്ടിൻ്റെ സിസ്റ്റത്തിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, ഇതാണ് റൂട്ടിൻ്റെ സ്ട്രക്ചർ. ആ റൂട്ടിൻ്റെ 4 റീജിയൻസ് ഏതാണെന്ന് മാർക്ക് ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് റൂട്ട് ക്യാപ്പ് എന്തായാലും മാർക്ക് ചെയ്യില്ല. റൂട്ട് ക്യാപ്പ് എഴുതണം, പിന്നെ ഗ്രോയിങ് റീജിയൻ എഴുതണം, പിന്നെ റൂട്ടിൻ്റെ ഹെയർ റീജിയൻ എഴുതണം, പിന്നെയാണ് പെർമനൻറ്റ് റീജിയൻ വരുന്നതെന്നും ആലോചിച്ച് വെക്കണം. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഈ റൂട്ടിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് നടക്കാറുണ്ട്. എന്താ ഈ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി മോഡിഫൈ ചെയ്യാന്ന് പറയാറില്ലേ. ഇവരെ നോർമലുള്ള വണ്ടീനെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നു, സിമ്പിളാക്കി ഒന്ന് പുതുക്കി എടുക്കുന്നു. അത് കാരണം മോഡിഫിക്കേഷൻ പലതരം. നമ്മൾ ആ ഒരു ലൈക്ക് ബൂം ബൂം എന്നുള്ള സൗണ്ടൊക്കെ കൂടുന്നില്ലേ, അതുപോലെ തന്നെ ഈ പ്ലാന്റിലും ഇവർ കുറച്ച് മോഡിഫിക്കേഷൻസ് അണ്ടർഗോ ചെയ്യാറുണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ദ സ്ട്രക്ചർ ടു പെർഫോം സ്പെഷ്യൽ ഫിസിയോളജിക്കൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് സ്റ്റോറേജ്, എസിമിലേഷൻ. ഫുഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. എസിമിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ നൈട്രജനൊക്കെയാണ് കൂടുതൽ എസിമിലേറ്റ് ചെയ്യുക. എസിമിലേഷൻ, റെസ്പിറേഷൻ, അബ്സോർപ്ഷൻ, അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചർ, സക്കിങ് ന്യൂട്രിയൻ ഫ്രം ഹോസ്റ്റ് പ്ലാന്റ്, ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു മോഡിഫൈഡ് ആയിട്ടുള്ള റൂട്ട് വേണം. ആ റൂട്ട് ഉണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കര സെറ്റപ്പായിട്ട് സ്ട്രോങ്ങറായിട്ട് വരാൻ പറ്റും. അവരുടെ എന്താ പറയുക, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വണ്ടി നമ്മൾ മോഡിഫൈ ചെയ്യുന്നത്. അപ്പോൾ വണ്ടി നമ്മൾ മോഡിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് എക്സ്ട്രാ ശ്രദ്ധിക്കില്ലേ, നോർമൽ വണ്ടീനേക്കാളും എക്സ്ട്രാ ശ്രദ്ധിക്കുന്നില്ലേ. അതുപോലെ നമ്മൾ നോക്കുന്നതിനെ പോലെയാണ് ഈ പ്ലാന്റ്സ്. അതിനൊന്ന് മോഡിഫൈ ചെയ്യുമ്പോൾ അവരുടെ ഒരു സ്ട്രോങ്ങറായിട്ടും ആങ്കറേജും ക്ലൈമ്പിങ്ങും എല്ലാ സംഭവങ്ങളും അവരുടേതും കൂടാൻ തുടങ്ങും. ഫിസിയോളജിക്കൽ സ്ട്രക്ചറിലൊക്കെ ഒരു ചേഞ്ചസ് വരുത്തുന്ന പരിപാടിയാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ടാപ്പ് റൂട്ടും അഡ്വൻറ്റീഷ്യസ് റൂട്ട്. ടാപ്പ് റൂട്ടാണ് അഡ്വൻറ്റീഷ്യസ് റൂട്ടായിട്ട് മാറുന്നത്. ഓക്കെ, ഇങ്ങനെ മാറുന്നതിന് ഇതിനൊരു മോഡിഫിക്കേഷൻസ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ടാപ്പ് റൂട്ട് അഡ്വൻറ്റീഷ്യസ് റൂട്ട് ആകുമ്പോൾ അവർ മോഡിഫൈ ആയി. അങ്ങനെ മോഡിഫൈ ചെയ്ത് അവർ വേരിയസ് ഫങ്ഷൻസ് പെർഫോം ചെയ്യാനുള്ള ലെവലിലായി എന്നതാണ് ഇതിനർത്ഥം. ഓക്കെ, ഇത് നിങ്ങളൊന്ന് നോക്കി വെക്കണം. അതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. മോഡിഫിക്കേഷൻ ഓഫ് റൂട്ട് അത് പറഞ്ഞാൽ ടാപ്പ് റൂട്ട് ഉണ്ട്, അഡ്വൻറ്റീഷ്യസ് ഉണ്ട്. ടാപ്പ് റൂട്ട് ആകുമ്പം ഈ 4 പേരാട്ടോ. ആര്? കോണിക്കൽ റൂട്ട്. കോണിക്കൽ റൂട്ടിനെ കാണാൻ തോന്നുന്നുണ്ടോ? കോണിക്കൽ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. കോണിക്കൽ റൂട്ട് എന്താണ്? ഇതാണ് കോണിക്കൽ റൂട്ട്.
ഇതാണ് കോണിക്കൽ റൂട്ട്. ഫസ്റ്റ് നിങ്ങൾ കാണുന്ന ഇത് കോൺ ഷേപ്പ് അല്ലേ, കോണിക്കൽ റൂട്ട്. പിന്നെ അതേപോലെ തന്നെ അതിൽ വരുന്ന അടുത്ത ആളാണ് ഫ്യൂസിഫോം. ഫ്യൂസിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഫ്യൂസിഫോം റൂട്ട്. ലൈക്ക് കുറച്ച് തടിയൊക്കെ വെച്ചിട്ടുള്ള കോണിക്കൽ ഷേപ്പ് തന്നെ, പക്ഷേ അതിൻ്റെ പേരതാണ്, ഫ്യൂസിഫോം ആണ്. അടുത്തത് യൂണിഫോം, പിന്നെ അതേപോലെ ട്യൂബറസ്, ഇങ്ങനത്തെ ആണ് ഇതുള്ളത്. ഇത് യൂണിഫോം, ഇത് ട്യൂബറസ്, ഇങ്ങനത്തെയാണ് പേരുകളുള്ളത്. ഓക്കെ, സോറി, അത് യൂണിഫോം അല്ല, നാപ്പിഫോം ആണ്. ദിസ് ഈസ് നാപ്പിഫോം. ഇത് ട്യൂബിഫോം, ട്യൂബറസ് ആയിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ ആര്, ഫ്യൂസിഫോം. ഇതാണ് നമ്മളുടെ കോണിക്കൽ. ഓക്കെ, ഇതെല്ലാം ആരിൽ വരുന്ന ടാപ്പ് റൂട്ടിൻ്റെ മോഡിഫിക്കേഷൻ വഴിയായിട്ട് ഉണ്ടായവരാണ്. ഇനി അതേപോലെ അടുത്ത മോഡിഫിക്കേഷൻ വരുന്ന ആളാണ് നമ്മളുടെ അത് കസ്ക്യൂട്ട. ലൈക്ക് ഇത് നിമാറ്റോഫോർ ആണ്. നിമാറ്റോഫോർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ കണ്ടൽക്കാടുകളിൽ പോയാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ കാണാൻ പറ്റും. ഇവിടെ കുറേ ജീവികളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഈ നിമാറ്റോഫോർ എന്ന് പറയുന്നത് മാംഗ്രോവ്സിലുള്ളതാണ്. അതും അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഗേഷ്യസ് എക്സ്ചേഞ്ച് തരാൻ വേണ്ടിയിട്ടിരിക്കുന്ന ആളാണ്. അവർക്ക് റൂട്ടിൽ കുറച്ചും കൂടെ മോഡിഫിക്കേഷൻസ് വരുന്നത് ഗേഷ്യസ് എക്സ്ചേഞ്ചാണ്, നിമാറ്റോഫോഴ്സ് ആണ് ഉണ്ടാവുക. ഇനി അതേപോലെ തന്നെ അടുത്ത ആളാണ് കസ്ക്യൂട്ട. കസ്ക്യൂട്ടയിൽ ഒരു പാരസൈറ്റ് ഒക്കെ ഉണ്ടാവും. ഈ പാരസൈറ്റ് ഹോസ്റ്റിൻ്റെ മുകളിൽ ഇരുന്നിട്ട് അവർക്ക് റെസ്പിറേഷൻ സഹായിക്കും. പിന്നെ അതേപോലെ തന്നെ അടുത്ത ഒരാളാണ് നമ്മളുടെ സെക്ഷൻ ഷോയിങ് ദ സക്കിംഗ് റൂട്ട് ഓഫ് ഹാസ്റ്റോറിയം. ഹോസ്റ്റോറിയം എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്. അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റിൻ്റെ റൂട്ടിലേക്ക് കയറി ഇരുന്നിട്ട് പെനിട്രേറ്റ് ചെയ്തിട്ടായിരിക്കും ഗേഷ്യസ് എക്സ്ചേഞ്ച് നടത്തുന്നത്. അതാണ് ഈ ആൾക്കാർ. ഇതൊക്കെ വരുന്നത് ആരിലാണ്? അഡ്വൻറ്റീഷ്യസ് റൂട്ടാണ്. ആകെ നിങ്ങൾക്ക് ടാപ്പ് റൂട്ട് പഠിക്കാനുള്ള ഈ 4 പേരേ ഉള്ളൂ. ടാപ്പ് റൂട്ടിൻ്റെ മോഡിഫിക്കേഷൻ വരുന്ന 4 പേര് പഠിക്കുക. പിന്നെ ഉള്ളതൊക്കെ ഗേഷ്യസ് എക്സ്ചേഞ്ചിന് സഹായിക്കുന്ന 3 ആൾക്കാരാണുള്ളത്. അത് അഡ്വൻറ്റീഷ്യസ് റൂട്ടിലാണ് കേട്ടോ വരുന്നത്, അഡ്വൻറ്റീഷ്യസ് റൂട്ടിൽ. ഇനി നമുക്ക് അഡ്വൻറ്റീഷ്യസ് റൂട്ടിൽ തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞത് ഗേഷ്യസ് എക്സ്ചേഞ്ചാണ്. ഇനി അതേപോലെ ഫുഡ് സ്റ്റോറേജ് തരുന്ന ആദ്യത്തെ ആളാണ് നമ്മളുടെ ട്യൂബറസ് റൂട്ട്. ഇത് ട്യൂബറസ് റൂട്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഇതാകുമ്പോൾ കുറച്ചും കൂടെ വലുതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതാണ് ട്യൂബറസ് റൂട്ട്. ട്യൂബറസ് റൂട്ട് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. സ്വീറ്റ് പൊട്ടാറ്റോ നിങ്ങൾ തിന്നിട്ടുണ്ടാവും. എന്തേന്ന് അതിൻ്റെ മലയാള പേര്? മധുരക്കിഴങ്ങ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം, അതാണ് സ്വീറ്റ് പൊട്ടാറ്റോ. അത് സ്വീറ്റ് പൊട്ടാറ്റോ. ഇതിനെ ട്യൂബറസ് റൂട്ട് എന്നാണ് കേട്ടോ പറയാ, ട്യൂബറസ് റൂട്ട്. ഇനി ഇവൻ്റെ പേരാണ്, രണ്ടാമത്തെ പേരാണ് ഫെസിക്കുലേറ്റഡ് റൂട്ട് കേട്ടോ. ഫെസിക്കുലേറ്റഡ് റൂട്ട് കേട്ടോ, അത് മറക്കണ്ട. ഇതൊക്കെ ആയിരിക്കും ഈ കപ്പയൊക്കെ വരുന്നത് ഇതിലാണ്. കപ്പ, ടാപ്പിയോക്ക, അതൊക്കെ വരുന്നത് ഇതിലായിരിക്കും. ഇനി അടുത്തതാണ് നൊഡ്യൂൾ റൂട്ട്. നൊഡ്യൂലോസ് റൂട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് വരുന്നത് അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്ത ആളാണ് മോണിലിഫോം റൂട്ട്. ഓക്കെ, സ്പെല്ലിങ് കറക്റ്റായിട്ട് ഇതിൻ്റെ താഴെ ഉണ്ട് കേട്ടോ. ഇനി അടുത്തതാണ് മോണിലിഫോം റൂട്ട് ശരി തന്നെ. പിന്നെ അടുത്തതാണ് ആനുലേറ്റഡ് റൂട്ട്. അതിൻ്റെ താഴെയാണ് മറ്റേ ആളുള്ളത്. അതിൻ്റെ പേര് നമുക്ക് താഴേക്ക് പോയി നോക്കണം. ദാറ്റ് ഈസ് എസിമുലേറ്ററി ഓർ എപ്പിഫൈറ്റിക് റൂട്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു പാരസൈറ്റിക് കളിയാട്ടോ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ മ്യൂച്വലി ഒരു അണ്ടർസ്റ്റാൻഡ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, എസിമുലേറ്ററി ഓർ എപ്പിഫൈറ്റിക് എന്ന് പറയുന്നത്. ഓർക്കിഡൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവരൊരു പാരസിറ്റിക് പരിപാടിയാണ് ഉണ്ടാകുന്നത്. ഇതും ഒരു അഡ്വൻറ്റീഷ്യസ് റൂട്ടാണ് കേട്ടോ, അഡ്വൻറ്റീഷ്യസ് ആയിട്ടുള്ള എപ്പിഫൈറ്റിക് റൂട്ട്. ഓക്കെ, ഇതൊന്നും നിങ്ങൾ ആലോചിച്ച് വെക്കണം. ഇത് ഫുഡ് സ്റ്റോറേജിൽ വരുന്ന ആൾക്കാരുടെ പേരാണ്. ഇപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഫുഡ് സ്റ്റോറേജിന് വരുന്ന അഡ്വൻറ്റീഷ്യസ് റൂട്ടിൻ്റെ 2 പേര് പറയാൻ പറഞ്ഞാൽ യു ഷുഡ് റൈറ്റ്. ആൻഡ് അതുപോലെ തന്നെ ഗേഷ്യസ് എക്സ്ചേഞ്ച് നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം ന്യൂമാറ്റോഫോറുകൾ, അതൊക്കെ നിങ്ങൾ എഴുതണം. പിന്നെ മോഡിഫിക്കേഷൻസ് ആൻഡ് സപ്പോർട്ട് വരുന്ന അടുത്ത ആൾക്കാരാണ്, ഇത് നിങ്ങൾക്കറിയാം, ബാനിയൻ ട്രീ. ഇതറിയില്ലേ? ബാനിയൻ ട്രീന് പ്രോപ്പ് റൂട്ട് ഉണ്ട്, ഇങ്ങനത്തെ കുറേ പ്രോപ്പ് റൂട്ട്. അത് കുറച്ചും കൂടെ എന്തിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഓക്കെ, ബാനിയൻ ട്രീ എന്തിനാണ്? ബാനിയൻ ട്രീ പ്രോപ്പ് റൂട്ട് കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ? ഇത് ഇങ്ങനെ പ്രോപ്പ് റൂട്ട് സ്ട്രക്ചേഴ്സ് കൊടുക്കുന്നു. പിന്നെ അതേപോലെ തന്നെ സ്ലിറ്റ് റൂട്ട് കൊടുക്കുന്നു, അതേപോലെ ക്ലൈംബിംഗ് റൂട്ട് കൊടുക്കുന്നു. ഇത് കണ്ടോ, ബീറ്റൽ. പിന്നെ അതേപോലെ ഫ്ലോട്ടിംഗ് റൂട്ടൊക്കെ കൊടുക്കുന്നത്. ഈ റൂട്ടുകൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ സപ്പോർട്ടിന് കൊടുക്കാനാണ്, ഒരു സ്ട്രോങ് ഫീലിംഗ് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരെണ്ണം വരുന്നത്. ഓക്കെ, അപ്പം ഇവരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഓക്കെ, സെറ്റല്ലേ?
അപ്പോൾ ഇത്രയും ടൈപ്സ് ഓഫ് റൂട്ടുകളാണ് നിങ്ങൾ ആര് ചോദിച്ചാലും എഴുതേണ്ടത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൂട്ട്സ് ദാറ്റ് ആർ സീൻ ഇൻ ടോപ്പ് റൂട്ടിൻ്റെ പേരും അതേപോലെ തന്നെ ഇവരുടെ പേരാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. കണ്ടില്ലേ, ടോപ്പ് റൂട്ട്, സ്റ്റിൽ റൂട്ട്, ഇത് ബാനിയൻ ട്രീയിൽ ഇത് ഫ്ലോട്ടിംഗ് റൂട്ട്സ്, അതൊക്കെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇതാണ് നോർമലി നോക്കേണ്ടത്. ഓക്കെ, ഇനി വരുന്ന അടുത്ത ടീമാണ് നമ്മൾ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് റൂട്ടാണ് ഇനി നോക്കാൻ പോകുന്നത്. നമ്മളിപ്പം റൂട്ടുകൾ പല പദമുണ്ട്, പലയുണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അവരുടെ എന്ത് നോക്കണം, പല ലൈക്ക് ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ് നോക്കണം. ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത് ഞാൻ മൊത്തം ഈ ഒരു ഡയഗ്രത്തിൽ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂട്ടിൽ ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ട് നമുക്കൊരു എപ്പിഡെർമിസ് കാണാൻ പറ്റും. ഇതാണ്ടോ റൂട്ട് ഹെയർസ് കാണാം. ഈ അവസാനത്തെ ലെയറിനെയാണ് നമ്മൾ എപ്പിബ്ലമ എന്ന് പറയാം, ഓർ എപ്പിഡെർമിസ് എന്നാണ് നമ്മൾ നോർമലി പറയാറ്. ഓക്കെ, എപ്പിഡെർമിസ്. ഈ എപ്പിഡെർമിസിൻ്റെ പുറത്ത് എന്തുണ്ടാവും, റൂട്ട് ഹെയർസ് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഭാഗത്തിന് കോർട്ടെക്സ് എന്ന് വിളിക്കും. കോർട്ടെക്സ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മേജർ താരം വരുന്നത്. ഇവരെയാണ് നമ്മൾ മേജർലി നോക്കി വെക്കേണ്ടത്. അപ്പം അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഔട്ടർ മോസ്റ്റ് ലെയറിനെയാണ് എൻഡോഡെർമിസ് എന്ന് പറയുക. എൻഡോഡെർമിസ് ഇത് ലേബിൾ ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ എഴുതണം കേട്ടോ. എൻഡോഡെർമിസിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഈ ഒരു സാധനത്തിനെയാണ് നമ്മൾ എന്താ പറയുക, പെരിസൈക്കിൾ എന്ന് പറയാം. പിന്നെ അതിന് മുന്നിലായിട്ട് നമുക്ക് എന്ത് കാണാം, നടുഭാഗത്തിന് പിത്ത് എന്നാട്ടോ എപ്പോഴും പറയുക, നടുഭാഗം പിത്ത്. പിന്നെ പ്രോട്ടോസൈലം ഉണ്ട്, മെറ്റാസൈലം ഉണ്ട്. പ്രോട്ടോസൈലം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ സൈലത്തിനെയാണ് ഇത് സൈലം. ഈ ഒരു സാധനത്തിനെയാണ് സൈലം എന്ന് പറയുന്നത്. ഈ സൈലത്തിൻ്റെ വലിയ സൈലത്തിനെ നമ്മൾ മെറ്റാസൈലം എന്നും കുഞ്ഞി സൈലത്തിനെ പ്രോട്ടോസൈലം എന്നും വിളിക്കും. ഈ ഒരു സ്ഥലത്താണ് നമുക്ക് ആരെ കാണാൻ പറ്റുക, ഫ്ലോയം കാണാൻ പറ്റുക. അപ്പോൾ സൈലം 2 ടൈപ്പ് ഉണ്ട്. ഏതാണ്, പ്രോട്ടോസൈലം, മെറ്റാസൈലം. ഫ്ലോയം ഒന്നേ ഉള്ളൂ, അത് ഇവിടെയാണ് കാണാം. പിന്നെ നമുക്ക് അതേപോലെ തന്നെ ഫ്ലോയത്തിൻ്റെ അവിടെ സ്ക്ലീറൻ കൈമ സെൽസും കാണാൻ പറ്റും. ഇത്രയാണ് ഡൈക്കോട്ട് റൂട്ടിലുണ്ടാകുന്ന സ്റ്റെം കേട്ടോ, ഡൈക്കോട്ട് റൂട്ടിൻ്റെ ക്രോസ് സെക്ഷൻ. അപ്പം ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി അതേപോലെ മോണോക്കോട്ടിൻ്റെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. മോണോക്കോട്ടിൻ്റെ എല്ലാം വ്യത്യാസം വരുന്നത് ഈ ഒരു അറേഞ്ച്മെൻറ്റ് ഓഫ് സൈലം, അതിലാണ് വ്യത്യാസം വരുന്നത്. കണ്ടോ, സൈലം, പ്രോട്ടോസൈലം. നേരത്തേൽ കണ്ടില്ലേ, ഇങ്ങനെ 4 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ കണ്ടില്ലേ, 1, 2, 3, 4 ഇങ്ങനെ 4 എണ്ണേ ഉള്ളൂ. പക്ഷേ മോണോക്കോട്ടിൽ വരുമ്പോൾ കുറച്ച് അധികമുണ്ട്. ഓക്കെ, അത് നിങ്ങൾ നോക്കുവാണെങ്കിൽ അതിനും ഇതേപോലെ ഔട്ടർ മോസ്റ്റ് ലെയർ എന്തുണ്ടാകും, വരുന്നില്ലല്ലോ. അപ്പം ഔട്ടർ മോസ്റ്റ് ലെയർ റൂട്ട് ഹെയർ ഉണ്ട്, പിന്നെ എപ്പിബ്ലമ ഉണ്ട്. പിന്നെ ഇതേപോലെ തന്നെ നേരത്തെ നമ്മൾ ഡൈക്കോട്ടിൽ കണ്ട പോലെ കോർട്ടെക്സ് ഉണ്ട്. ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ട് എൻഡോഡെർമസ് ഉണ്ട്. ഇതാണ് മേജർ ആൾ കേട്ടോ, എൻഡോഡെർമസ് ഉണ്ട്. പിന്നെ പെരിസൈക്കിൾ ഉണ്ട്. എൻഡോഡെർമസിൻ്റെ തൊട്ടടുത്തേക്ക് എപ്പോഴും പെരിസൈക്കിൾ ഉണ്ടാവുക കേട്ടോ. ഇനി നമുക്ക് വരുന്ന സമയത്ത് കുഞ്ഞി സാധനത്തിന് പ്രോട്ടോസൈലം, വലിയ സാധനത്തിന് മെറ്റസൈലം എന്ന് വിളിച്ചു. പിന്നെ നമുക്ക് അതേപോലെ കൺജങ്ക്റ്റീവ് ടിഷ്യൂ ഉണ്ടാകും. പിന്നെ അതേപോലെ തന്നെ ഫ്ലോയം കാണുന്നത് ഈ ഒരു ഏരിയയിലായിരിക്കും കേട്ടോ. കുറച്ച് കുഞ്ഞി സെൽസ് ആയിരിക്കും കാണുന്നുണ്ടാവും. ഇതൊക്കെ ഫ്ലോയമാണ്. ഇവിടെ ഫ്ലോയം ഉണ്ട്, പിന്നെ നടുവിൽ പിത്തുണ്ട്. ഇതാണ് നമ്മുടെ മോണോക്കോട്ടിൻ്റെ ട്രാൻസാക്ഷണലായിട്ടുള്ള ഇൻറ്റേർണൽ സ്ട്രക്ചർ വ്യൂ. ഓക്കെ, സെറ്റല്ലേ? ഇതും നിങ്ങൾ വരയ്ക്കാൻ പഠിക്കണം. ഡൈക്കോട്ട് വരയ്ക്കാനും പഠിക്കണം, മോണോക്കോട്ട് വരയ്ക്കാനും പഠിക്കണം. അപ്പോൾ ലേബലിംഗ് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും റൂട്ടിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ആളാണ് സെക്കൻഡറി ഗ്രോത്ത് ഇൻ ഡൈക്കോട്ട്സ്. എന്താണ് ഈ സെക്കൻഡറി ഗ്രോത്ത് ഇൻ ഡൈക്കോട്ട് എന്ന് പറഞ്ഞാൽ അറിയോ? സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടി വെക്കുക എന്നതാണ് അർത്ഥം. അത് യൂഷ്വലി ഡൈക്കോട്ട് സ്റ്റെംസിലാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ, തടി വെക്കുന്ന മെക്കാനിസംസ് ഒക്കെ കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൈക്കോട്ടിൻ്റെ കേസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഡൈക്കോട്ട് റൂട്ട് ഗ്രോ ഇൻ ഗ്രിത്ത് എന്ന് പറഞ്ഞാൽ തടി വെക്കുക എന്നാണ് കേട്ടോ അർത്ഥം. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെക്കൻഡറി ഗ്രോത്തിൻ്റെ ഒരു കാരണമാണ്. ഡൈക്കോട്ട് റൂട്ട് തടി വെക്കുക എന്ന് പറഞ്ഞാൽ അത് സെക്കൻഡറി ഗ്രോത്ത് നടന്നു എന്നതാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടുത്തെ വാസ്കുലാർ ക്യാമ്പിയം ഒക്കെ ഉണ്ടാവുമല്ലോ. വാസ്കുലാർ ക്യാമ്പിയത്തിനും തടി വെക്കും, അതേപോലെ തന്നെ കോർക്ക് ക്യാമ്പിയം. ഇങ്ങനത്തെ 2 ക്യാമ്പിയമാണ് അവർക്കുള്ളത്. ഈ വാസ്കുലാർ ക്യാമ്പിയം എന്ന് പറയുന്ന ആൾക്കാരും അതേപോലെ കോർക്ക് ക്യാമ്പിയം എന്ന് പറയുന്ന ആൾക്കാരും അവർക്കും കുറേ വ്യത്യാസം വരും. എന്തിൽ? ഈ ഒരു സെക്കൻഡറി ഗ്രോത്തിൻ്റെ സമയത്ത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ വിസിബിളായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ vascular cambium originates at the strip in which the pericycle lies outside the protoxylem and conjunctive tissue inner to the phloem. ഇതൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ഇത്രയൊന്നും നോക്കണ്ട. എന്താ ചേഞ്ച് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചേഞ്ച് മാത്രം എഴുതിയാൽ മതി. ക്യാമ്പിയം ഇസ് വേവി ആയിരുന്നു ആദ്യം,
അപ്പോൾ സെക്കൻഡറി തിക്കനിങ് വന്നു കഴിയുമ്പോൾ അവർ സർക്കുലാർ ആകുന്നു. ഇതാണ് അവരിലുണ്ടാകുന്ന വാസ്കുലാർ ക്യാമ്പിയത്തിൽ ഉണ്ടാകുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. 2 ടൈപ്പ് ഓഫ് ക്യാമ്പിയമാണുള്ളത്. ഏതൊക്കെയായിരുന്നു? വാസ്കുലാർ ക്യാമ്പിയോ ഉണ്ട്, കോർക്ക് ക്യാമ്പിയോ ഉണ്ട് കേട്ടോ. ഇതിൽ വാസ്കുലർ ക്യാമ്പിയത്തിൽ നടന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവർ വേവി ആയിരുന്നു, പിന്നെ അവർ സർക്കുലാറായി. അങ്ങനെയാണ് അവരിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി മെഡുലറി റേസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് പ്രോട്ടോസൈലം ആകുന്നു. പിന്നെ അതേപോലെ തന്നെ വാസ്കുലർ ക്യാമ്പിയം ഗിവ് റൈസ് ടു സെക്കൻഡറി ഫ്ലോയം ആൻഡ് സെക്കൻഡറി സൈലം. അത് നമ്മൾ എപ്പോഴും നോക്കണം. നോർമലി നമ്മൾ പറഞ്ഞല്ലോ ഇവിടെയൊക്കെ ആയിരുന്നില്ലേ, ലൈക്ക് ഇത് ഞാൻ ഷൂട്ടായിപ്പോയി വരയ്ക്കുന്നത്. ലൈക്ക് ഇങ്ങനെ ഒന്ന് ആലോചിച്ചോട്ടോ. റൂട്ടിൻ്റെ സ്ട്രക്ചർ വന്നപ്പം ഇങ്ങനെയായിരുന്നില്ലേ സ്ട്രക്ചർ? പ്രോട്ടോസൈലം, മെറ്റാസൈലം. ഇത് മെറ്റാസൈലം ആയിരുന്നു, ഇത് പ്രോട്ടോസൈലം ആയിരുന്നു. ഇങ്ങനെ പ്രോട്ടോസൈലം മെറ്റാസൈലം ഉണ്ടായവർ അത് ആദ്യത്തെ സ്ട്രക്ചറാണ്. സെക്കൻഡറി തിക്കനിങ് വരുമ്പം ഇവരിനി എന്താകും? സെക്കൻഡറി സൈലമാകും. അതേപോലെ തന്നെ ഇവിടെയുള്ള ഈ സാധനം സെക്കൻഡറി ഫ്ലോയമാകും. എല്ലാവരും സെക്കൻഡറി ആവും. അത് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായവരൊക്കെ വയസ്സായി സെക്കൻഡറി ആവും, പിന്നെ പുതിയ ആൾക്കാർ വരും. അങ്ങനത്തെ ചേഞ്ചസും ഈ സെക്കൻഡറി ഗ്രോത്തിൻ്റെ സമയത്ത് ഉണ്ടാവും. ഓക്കെ. പിന്നെ കോർക്ക് ക്യാമ്പിയത്തിൻ്റെ വ്യത്യാസം നോക്കണ്ട. കോർക്ക് ക്യാമ്പിയത്തിൻ്റെ വ്യത്യാസം നോക്കുന്ന സമയത്ത് ഇതാ കോർക്ക് ക്യാമ്പിയത്തിനാണ് ഫെല്ലോജൻ എന്ന് വിളിക്കുന്നത്. ആ ഫെല്ലോജൻ എന്ന് പറയുന്ന ആൾ ഈ പെരിഡേം എന്നായിരിക്കും. നമുക്ക് ഈ പെരിഡേം ഉണ്ടാക്കാനാണ് നമുക്ക് ഫെല്ലോജൻ വേണ്ടത്. ലൈക്ക് ഇത് കണ്ടോ, പെരിഡേമിൻ്റെ 3 ആൾക്കാരാണ് ഈ ഫെല്ലം, ഫെല്ലോജൻ, ഫെല്ലോഡേം. ഇത് 3. ഈ പെരിഡേം എന്താണെന്നറിയോ? പെരിഡേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എപ്പിഡെർമിസ് ഇല്ലേ, ഇവിടെയല്ലേ നമ്മൾ എപ്പിഡെർമിസിനെ കണ്ടേ? ഈ എപ്പിഡെർമിസ് ഇത് നോർമലായിട്ട് കുഞ്ഞിതായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സ്ട്രക്ചറായിരുന്നു എപ്പിഡെർമിസ്. ഇവർക്ക് സെക്കൻഡറി തിക്കനിങ് വരുന്ന സമയത്ത്, ലൈക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സെക്കൻഡറി ഗ്രോത്ത് വരുന്ന സമയത്ത് ഈ എപ്പിഡെർമിസ് എന്തായി മാറും? പെരിഡേം ആയിട്ട് മാറും. ഇനി നമുക്ക് എപ്പിഡെർമിസ് നോക്കിയാൽ ആ ഒരു ഇതിൽ കാണാൻ പറ്റില്ല, ചെടിയിൽ കാണാൻ പറ്റില്ല. ഇപ്പം ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നല്ല കട്ടിയുള്ള ഈ ബാനിയൻ ട്രീനെ ആലോചിക്കുക. ഈ ബാനിയൻ ട്രീ കുഞ്ഞാവുമ്പോൾ അവരിൽ എപ്പിഡെർമിസ് ഉണ്ട്. കുഞ്ഞിതായി വരുന്ന സമയത്ത് അവരിൽ എപ്പിഡെർമിസ് ഉണ്ട്. പിന്നെ അവരുടെ തടി ഇങ്ങനെ കൂടിക്കൂടി വരുമല്ലോ, തടി ഇങ്ങനെ കൂടിക്കൂടി ഗ്രിത്ത് വരുമല്ലോ. അങ്ങനെ ഗ്രിത്ത് വരുന്ന സമയത്ത് അവർക്ക് എന്തുണ്ടാകും? ഈ എപ്പിഡെർമിസ് മാറിയിട്ട് അവിടെ പെരിഡേം ഉണ്ടാവും. അപ്പോൾ അവർക്ക് സെക്കൻഡറി ഗ്രോത്ത് നടന്നു എന്നാണ് അർത്ഥം. ഓക്കെ, അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഒരു തടിയനായിട്ടുള്ളൊരു മരത്തിനെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എപ്പിഡെർമിസ് ഇല്ല എന്ന് ആലോചിക്കണം. എപ്പിഡെർമിസിന് പകരം അവർക്ക് എന്തുണ്ടായി മാറിയിട്ടുണ്ടാവും? സെക്കൻഡറി ഗ്രോത്ത് നടന്ന് അതിനെ പെരിഡേം എന്നൊരു സംഭവമായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ പെരിഡേമിൽ എന്തൊക്കെ ആൾക്കാരുണ്ടെന്ന് ചോദിച്ചാൽ ഫെല്ലം, ഫെല്ലോജൻ, ഫെല്ലോഡേം ഇത് കൂടിയിട്ടാണ് പെരിഡേം ഉണ്ടാവുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ നമ്മൾ എപ്പിഡെർമിസിനെ പോലെ തന്നെ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഫംഗ്ഷനാണ് ഉള്ളത്. ഓക്കെ, അതും നിങ്ങൾ ആലോചിക്കണം. ഇതാണ് റൂട്ടിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇത് കണ്ടോ, ഇതിന് പുറത്ത് കണ്ടോ കോർക്കിൻ്റെ ഇപ്പറയായിട്ട് നമുക്ക് ഫെല്ലോജൻ കാണാൻ പറ്റും. ഇതൊക്കെ പെരിസൈക്കിളുടെ ഭാഗമാണ്, പെരിഡേമിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഇത് നിങ്ങൾ ആലോചിച്ച് വെക്കണം. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കിയത്? റൂട്ട് എന്താണെന്ന് പഠിച്ചു. റൂട്ട് 2 ടൈപ്പ് ഉണ്ട് പഠിച്ചു. ടാപ്പ് റൂട്ട് ഉണ്ട്, അഡ്വൻറ്റീഷ്യസ് റൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു. പ്രൈമറി ആയിട്ടുള്ള റൂട്ടിനെയാണ് ടാപ്പ് റൂട്ട് എന്ന് വിളിച്ചത്. പിന്നെ അത് മോഡിഫൈ ചെയ്തിട്ടാണ് അഡ്വൻറ്റീഷ്യസ് റൂട്ട് ആവുന്നത്. ഇതാണ് ടാപ്പ് റൂട്ട്. പിന്നെ മോഡിഫൈഡ് ചെയ്തിട്ട് അഡ്വൻറ്റീഷ്യസ് റൂട്ട്. പിന്നെ റൂട്ടിൻ്റെ 4 സ്ട്രക്ചേഴ്സ് പറഞ്ഞു. ലൈക്ക് റൂട്ടിന് റൂട്ട് ക്യാപ്പ് ഉണ്ട്, ഗ്രോയിങ് റീജിയൻ ഉണ്ട്, റൂട്ട് ഹെയർ റീജിയൻ ഉണ്ട്, റൂട്ടിൻ്റെ പെർമനൻ്റ് ആവുന്ന റീജിയനും ഉണ്ട്. പിന്നെ അതിൻ്റെ നമ്മൾ ലാറ്ററൽ സെക്ഷൻ എടുത്തപ്പോൾ നമുക്ക് റൂട്ട് ക്യാപ്പ് കാണാൻ പറ്റി. പിന്നെ അതേപോലെ തന്നെ പെരിബ്രം, ഇങ്ങനത്തെ 3-4 സ്ട്രക്ചേഴ്സ്, പെരിബ്ലം, പ്ലൂറോം, ഡെർമറ്റോജൻ എന്ന് പറഞ്ഞിട്ടുള്ള ലെയറും ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് കുറേ മോഡിഫിക്കേഷൻസ് കണ്ടു. മോഡിഫിക്കേഷൻ്റെ പേരുകൾ എന്തായാലും നോക്കണം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഓർമ്മ വരാനാണ് പിക്ചർ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, നമ്മൾ ഈ ഒരു ഭാഗം നോക്കിയിട്ടില്ല അല്ലേ? ഒറിജിൻ ഓഫ് ലാറ്ററൽ റൂട്ട്. ലാറ്ററൽ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒറിജിൻ ഓഫ് ലാറ്ററൽ റൂട്ട് ഇസ് എൻഡോജീനിയസ്. എന്താണ് ഈ ലാറ്ററൽ റൂട്ട്? പ്രൈമറി റൂട്ട് പറഞ്ഞിട്ട് അറിയാലോ. പ്രൈമറി റൂട്ട് എന്ന് വരുന്ന സെക്കൻഡറി റൂട്ട്, ടെർഷ്യറി റൂട്ട് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പം ഈ ലാറ്ററൽ റൂട്ട് എന്ന് പറയുന്ന എൻഡോജീനിയസ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ പറയണമെങ്കിൽ ഈ പെരിസൈക്കിളില്ലേ, ഈ പെരിസൈക്കിളിൽ നിന്ന് ഡയറക്റ്റ്ലി വരുന്ന റൂട്ടിനെയാണ് ലാറ്ററൽ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പെരിസൈക്കിളുടെ ഒരു ടൈപ്പ് ഓഫ് ഫോമാണ് ഈ ഒരു ലാറ്ററൽ റൂട്ട് എന്ന് പറയുന്നത്. ഇതാ ലാറ്ററൽ റൂട്ട്, വാസ്കുലർ ക്യാമ്പിയം, കോർക്ക് ക്യാമ്പിയം ഒറിജിനേറ്റ് ഫ്രം പെരിസൈക്കിൾ. അത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പം ഇത് നമ്മൾ കൂടുതൽ കാണുന്നത് ഈ ഡൈക്കോട്ടിൻ്റെ കേസസിലായിരിക്കും, ഡൈക്കോട്ടിലായിരിക്കും. കാരണം അത് സെക്കൻഡറി ഗ്രോത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യാനാണ് ചെയ്യുന്നത്.
ഇനി നിങ്ങൾ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി വെക്കണേ, ഡൈക്കോട്ടിൻ്റെ മോണോക്കോട്ടിൻ്റെ വ്യത്യാസം. വാസ്കുലർ ബണ്ടിൽ ഇവിടെ 2 തൊട്ട് 6 ഉള്ളൂ, ഇവിടെ കുറേ വാസ്കുലർ ബണ്ടിലുണ്ടാവും. പെരിസൈക്കിൾ ഇവർക്ക് എന്താണ്, ഒറിജിൻ ബിറ്റ്വീൻ ദ വാസ്കുലർ ക്യാമ്പിയം കോർക്ക് ക്യാമ്പിയത്തിൻ്റെ ഇടയിലാണ് പെരിസൈക്കിളിനെ കാണാൻ പറ്റുക. ഇത് ലാറ്ററൽ റൂട്ട്സിൻ്റെ ഫോർമേഷന് മാത്രമേ പെരിസൈക്കിൾ മോണോക്കോട്ടിൽ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. ഇനി ക്യാമ്പിയം എന്ന് പറയുന്നത് ഇവർക്ക് പ്രസൻ്റ് ആണ്, ഇവർക്ക് ആബ്സെൻ്റ് ആണ്. സെക്കൻഡറി ഗ്രോത്ത് ഡൈക്കോട്ടിന് മാത്രമേ ഉള്ളൂ, മോണോക്കോട്ടിന് ഇല്ല. വിത്ത് 2 പേർക്കും ലാർജറായിട്ട് ഉണ്ടാവും. ഇതൊന്ന് ഡിഫറൻസസ് നോക്കി വെക്കണം. അതാണ് രണ്ട് തമ്മിലുള്ള ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ട് തമ്മിലുള്ള ഡിഫറൻസസ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ടെസ്റ്റ് യുവർ സെൽഫ്. മെൻഷൻ എനി 4 അഡ്വാൻറ്റേജസ് റൂട്ട് മോഡിഫിക്കേഷൻ. ഏതൊക്കെയായിരുന്നു ഇവിടെ അഡ്വാൻറ്റേജസ് റൂട്ട് മോഡിഫിക്കേഷൻസ്? ഏതെങ്കിലും പറഞ്ഞാൽ മതി. ഫുഡ് സ്റ്റോറേജ് ആണോ, ഗേഷ്യസ് ആണോ എന്നൊന്നും പറയണമെന്നില്ല. സ്റ്റിൽറ്റ് റൂട്ട്, പ്രോപ്പർ റൂട്ട്, അതൊക്കെ ഇല്ലേ, അത് നിങ്ങളുടെ എക്സാമ്പിൾസ് വെച്ച് കാര്യങ്ങൾ പറയണേ. ദ പ്രോപ്പർ റൂട്ട് ഇൻ ബാനിയൻ ട്രീ, സ്റ്റിൽറ്റ് റൂട്ട് ഇൻ ഷുഗർ ക്രെയിൻ, അത് ഓർമ്മേണ്ടേ, അത് പറയുക. പിന്നെ അതേപോലെ തന്നെ ഇവിടുന്ന് ഏതെങ്കിലും ഒരാൾ ട്യൂബേഴ്സ് റൂട്ട് ഇൻ സ്വീറ്റ് പൊട്ടേറ്റോ, ഇതൊക്കെ കുറച്ച് എളുപ്പമുള്ള ആൾക്കാരല്ലേ. അങ്ങനെ ഒരു 4 എക്സാമ്പിൾ പറയണം. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ട് റൂട്ട്. മോണോക്കോട്ടിനെ ഡൈക്കോട്ടിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യില്ലേ നിങ്ങളിനി? ഇങ്ങനെ ഈ ഒരു ഡയഗ്രാം വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡൈക്കോട്ടിൻ്റെ ഇങ്ങനെയാണ് സ്ട്രക്ചർ വരച്ചിട്ട് നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്നും അറിയില്ലെങ്കിൽ ഈ സ്ട്രക്ചർ വരയ്ക്കുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്നിട്ട് വേണമെങ്കിൽ ഈ ഒരു കോളം ഇല്ലേ, ഈ ഒരു കോളം കൂടെ വരച്ച ഡൈക്കോട്ട് മോണോക്കോട്ട് തമ്മിലുള്ള ഡിഫറൻസസ് ഇത് മാത്രം എഴുതിയാൽ മതി, പഠിക്കണേ. ഇനി അടുത്തത്, റൈറ്റ് എ നോട്ട് ഓൺ സെക്കൻഡറി ഗ്രോത്ത് ഇൻ ഡൈക്കോട്ട് പ്ലാന്റ്. സെക്കൻഡറി ഗ്രോത്ത് ഇൻ ഡൈക്കോട്ട്, ഈ ഒരു നോട്ട് എഴുതി വെക്കുക. എന്തൊക്കെ ചേഞ്ചസാണ് വന്നത്, ക്യാമ്പിയം എങ്ങനെ മാറി. ഇനീഷ്യൽ ക്യാമ്പിയം വേവി ആയിരുന്നു, സർക്കുലറായി. പിന്നെ അതേപോലെ തന്നെ മെഡുലറി റേസ് ഫോർമേഷൻ വന്നു. പിന്നെ എപ്പിഡെർമസ് മാറി എന്തായി, പെരിഡേമായി മാറി. അതിൽ ഫെല്ലോജൻ, ഫെല്ലോഡേം ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. റൂട്ട് എളുപ്പമല്ലേ, ഒന്നുമില്ലല്ലോ പഠിക്കാൻ. റൂട്ടിനെ പറ്റിയിട്ടേ പഠിക്കാനുള്ളൂ, കുറച്ചുകൂടെ സിമ്പിളല്ലേ റൂട്ട്. ഓക്കെ, അപ്പം ഓക്കെ, താങ്ക് യു.